ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മൾ അയാളുടെ മുന്നിൽ ചെന്നില്ലെങ്കിലും അയാൾ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് അറിയില്ലല്ലോ. തമ്മിൽ കാണുന്ന ദിവസം എല്ലാം പൊളിയും. ഇവിടെ നമ്മൾ സത്യം പറഞ്ഞാലും അയാൾ പറയുന്ന കള്ളത്തിന് വിലയുണ്ടാവൂ. ഇവിടുത്തെ മിക്ക കാര്യങ്ങളും കുറച്ച് ഓവറാ. പിന്നെ ഇഷ്ടം പോലെ പൈസ ഉള്ളവർക്ക് എന്തും കാണിക്കാമല്ലോ. നമ്മളെ പോലെ നിവർത്തിയില്ലാത്തവര് ഇതുപോലെ അടുക്കളയിൽ നിന്ന് പരദൂഷണം പറയും. അപ്പൊ പരദൂഷണമാണ് പറയുന്നതെന്ന് അറിയാം അല്ലേ? അതുകൊണ്ടായിരിക്കും ദേ കാപ്പി തിളച്ചു. അയ്യോ, എന്തൊരു മണം! ഈ മണം മാത്രം മതി പനി മാറാൻ. ഈ സ്പെഷ്യൽ ചുക്ക് കാപ്പിയില് സാറിന്റെ പനി എപ്പ മാറിയെന്ന് ചോദിച്ചാ മതി. താൻ എന്തിനാ എല്ലാവരെയും മുന്നിൽ വെച്ച് എന്നെ കണ്ടകശിനി എന്നൊക്കെ പറഞ്ഞത്? ഇപ്പൊ ഇവിടെ ആരുമില്ലല്ലോ. ഇപ്പോ തന്നോട് മാത്രം പറയാം, ഈ വീട്ടിലെ കണ്ടകശനി താന. താൻ പോയാലേ ഇവിടം രക്ഷപ്പെടൂ. തനിക്ക് എപ്പോഴും എന്നെ അപമാനിക്കണം അല്ലേ? ഞാൻ മാറി നിന്നാലും ഇങ്ങോട്ട് തലയിൽ വന്ന് കേറുമല്ലേ? സത്യം പറയാലോ, താൻ ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാൻ ഒരു പ്രത്യേക രസാ. അത് കേൾക്കാനല്ലേ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചൊറിയുന്നത്. താനിപ്പോ വിശദീകരിച്ച് പറഞ്ഞതൊക്കെ ഒറ്റ പേരിൽ ഞാൻ പറയട്ടെ: ഉളുപ്പില്ലായ്മ. നല്ല തൊലിക്കട്ടിയാണെന്നും വേണമെങ്കിൽ പറയാം. എത്രയൊക്കെ വാങ്ങിച്ചു കൂട്ടിയാലും ഇങ്ങനെ ഇളിച്ചോണ്ട് നിന്നോളും. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. ആ പറ. ഇവിടുത്തെ സാറിന്റെ പനി കുറയുവാണെങ്കിൽ ഞാനും സാറും കൂടി, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചിലപ്പോ ശബരിമലയ്ക്ക് പോകും. ഇത്രയും ദിവസം പറഞ്ഞതില് താൻ നല്ലൊരു കാര്യം പറഞ്ഞത് ഇപ്പഴാ. താൻ ശബരിമലയ്ക്ക് പോണോന്ന് തന്നെയാ എന്റെ അഭിപ്രായം. 3-4 ദിവസമെങ്കിലും ബാക്കിയുള്ളവർക്ക് കുറച്ച് സമാധാനം കിട്ടുമല്ലോ. എന്റെ അഭിപ്രായത്തില് പറ്റുമെങ്കിൽ എരുമേലി ഇന്ന് നടന്നു പോണം. അപ്പൊ തന്റെ എല്ലാ പാപങ്ങളും ധൈര്യം ചെയ്യും. കുറച്ചു കൂടുതൽ ദിവസം ഞങ്ങൾക്ക് സ്വസ്ഥത കിട്ടുകയും ചെയ്യും. അല്ല, താൻ ശബരിമലയ്ക്ക് പോകുന്ന കാര്യം എന്നോട് ഒന്ന് പറഞ്ഞെന്തിനാ? വ്രതം തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ മാംസാദികളൊന്നും വേണ്ട, ഓൺലി വെജിറ്റബിൾസ്. ഞാൻ പറയാം എന്തൊക്കെയാണെന്ന്. ഓ, ഇനിയിപ്പൊ തന്റെ മെനുവും കൂടെ നോക്കിയിട്ട് വേണമല്ലോ ഇവിടെ ആഹാരം വെക്കാൻ. ഇവിടെ ഉച്ചയ്ക്ക് വെക്കുന്ന ചോറില് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടങ്ങ് തരും. മഹിസ്വാമി 3 നേരം അത് കുടിച്ചങ്ങ് വ്രതം എടുത്താ മതി. ഒരു സ്വാമി. കളിയാക്കണ്ട, ഞാൻ പോവും. പോയിട്ട് വരുമ്പോ തനിക്ക് എന്താ കൊണ്ടുവേണ്ടത്? അരവണ, ഉണ്ണിയപ്പം, മുത്തുമാല, പുലിനഖം. പിന്നെന്താ? അങ്ങനെ പലതും വേണ്ടോന്നുണ്ടായിരുന്നു. പക്ഷെ വേണ്ട. താൻ പറഞ്ഞോ, ഞാൻ ഉറപ്പായിട്ട് വാങ്ങിട്ട് വരാം. അതിന് താൻ തിരിച്ചു വന്നാലല്ലേ. പിന്നെ തിരിച്ചു വരാതെ ഞാൻ എവിടെ പോരാ? പറയുന്നതിൽ വിഷമൊന്നും തോന്നരുത്. ഇഷ്ടമുള്ളത് കൊണ്ട് പറയുവാ. തന്നെ പുലി പിടിക്കും. തന്റെ സ്വഭാവം വെച്ച് അതിനാ സാധ്യത കൂടുതൽ. പിന്നെ ചെലപ്പോ താൻ രക്ഷപ്പെടും. തന്നെ കടിച്ചാ പുലിയുടെ പല്ല് പോവും. അമ്മാതിരി തൊലിക്കട്ടിയാണല്ലോ തനിക്ക്. ഇന്നത്തേക്കുള്ളതായെങ്കിൽ മഹിസ്വാമി ചെന്നാട്ടെ. ഞാൻ പോവാ. ഈ അയ്യപ്പ മഹിസ്വാമി അവിടെ തന്നെ ഉണ്ടാവും. എന്തെങ്കിലും ആവശ്യം വന്നാ ഈ മാളികപ്പുറം ആ വഴി വന്നാ മതി. അതെ, ഒന്ന് നിക്കോ? എന്താ? സ്വാമി ശരണം. നോക്കി കണ്ടൊക്കെ വെട്ട്. തലകുത്തി വീണ തന്റെ കാര്യം പോക്കാം. ഓ
പറ്റി അമ്മേ? മനസ്സിലായി. അമ്മ അച്ഛന്റെ കാര്യം ഓർത്തല്ലേ? അച്ഛൻ കഴിച്ചിട്ടുണ്ടാവും അമ്മേ. എങ്ങനെ സന്തോഷിച്ച് ജീവിച്ചവരാ നമ്മള്. ഇങ്ങനൊരവസ്ഥ വരാൻ മാത്രം നമ്മൾ ആരും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാരും അറിയും. സത്യം പുറത്തു വരും. ഒരു കണക്കിന് നമുക്കിപ്പോ എന്താ ഇവിടെ ഒരു കുറവ്? ഇവിടുത്തെ മാഡത്തിന്റെ വല്ലപ്പോഴുള്ള പ്രശ്നങ്ങൾ മാറ്റി നിർത്തിയാ നമുക്ക് ഒരു കുഴപ്പമില്ലല്ലോ. സാറിനൊക്കെ നമ്മളോട് എന്ത് കാര്യമാ. പിന്നെ ചന്ദ്രാമ്മ, ഞാൻ കളിയാക്കുകയും വഴക്ക് പറയുകയും ചെയ്യുമെങ്കിലും ഡ്രൈവർ മഹി, ഇവരൊക്കെ നമുക്കിപ്പോ ഉണ്ടല്ലോ. പിന്നെ ജോലി, അതിപ്പോ വീട്ടിലായാലും നമ്മൾ ചെയ്യില്ലേ? അങ്ങനെ കണ്ടാ മതി. ഇതൊക്കെ പറഞ്ഞ് ആശ്വസിക്കാമെങ്കിലും ഉള്ളിന്റെ ഉള്ളില് എപ്പോഴും ഒരു തീ കിടപ്പുണ്ട്. ആ നരേന്ദ്രനെ കുറിച്ച് ആലോചിച്ചിട്ട്. നമ്മൾ അയാളുടെ മുന്നിൽ ചെന്നില്ലെങ്കിലും അയാൾ എപ്പോഴും ഇങ്ങോട്ട് വരുന്നതെന്ന് അറിയില്ലല്ലോ. തമ്മിൽ കാണുന്ന ദിവസം എല്ലാം പൊളിയും. ഇവിടെ നമ്മൾ സത്യം പറഞ്ഞാലും അയാൾ പറയുന്ന കള്ളത്തിനെ വിലയുണ്ടാവും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടായാ അപ്പൊ നമുക്ക് പോണം. ഈ മാസത്തെ ശമ്പളം കൂടെ കിട്ടി പിന്നെ ഈ ഒരു വളയം കൂടി വിറ്റാ നമുക്ക് വേറെ ഏതെങ്കിലും നാട്ടിലൊരു വീട് വാടകയ്ക്ക് എടുക്കാം. എന്തെങ്കിലും പണിയെടുത്ത് വാടകയും കൊടുക്കാം. എന്റെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകളുണ്ടമ്മേ. അതൊക്കെ നടത്തണം നമുക്ക്. ധൈര്യമായിട്ടിരിക്കുക. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രലേക്ക്.